കരുനാഗപ്പള്ളി നഗരസഭ 21-ാം വാർഡ് UDF കൺവെൻഷൻ നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി നഗരസഭയിലെ 21-ാം വാർഡ് UDF കൺവെൻഷനാണ് നടത്തിയത്. ഡിവൈഎഫ്ഐയിൽ നിന്നും യൂത്ത് കോൺഗ്രസിലേക്ക് വന്നവർക്ക് സ്വീകരണവും നൽകി. സ്ഥാനാർത്ഥികൾക്ക് ആദരവുമൊരുക്കി. CR മഹേഷ് MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം. ഇവിടെ സ്ഥാനാർത്ഥി ശ്രീ ജോയി വർഗീസാണ്. പൊതുപ്രവർത്തന രംഗത്ത് ഒരുപാട് കാലത്തെ പ്രവർത്തന പരിചയമുള്ള സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മി നേരത്തെ ഒരു തവണ കൗൺസിലറായിരുന്നു. അതും കഴിഞ്ഞ തവണത്തെ കൗൺസിലറുടെ പ്രവർത്തനവും കൂടി സ്വാഭാവികം തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പം ഈ കേശവപുരത്ത് നമ്മളൊരു പദ്ധതി കൊണ്ടുവന്നു, പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനുണ്ട്. അത് മൊത്തം കുളവാക്കി അത് നാമാവിശേഷമായി. കുടിവെള്ള പ്രശ്നത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിച്ചു. അതും എല്ലാം കെടുകാര്യസ്ഥതയാണ്. ഇതൊന്നും ചെയ്യാൻ അവർക്ക് സമയമില്ല. അവരാകെപ്പാട് ചെയ്യുന്നത് അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് താലൂക്ക് ആശുപത്രി ജോലി വാങ്ങിച്ചു കൊടുക്കുക. തമ്പാൻ അധ്യക്ഷത വഹിച്ചു. M. അൻസർ രാഷ്ട്രീയ വിശദീകരണം നടത്തി. മഹേഷ് സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥന്മാരുമായും മന്ത്രിമാരുമായും ചർച്ച നടത്തി തിരുവനന്തപുരത്ത് നിന്ന് കാറിൽ കയറി വരുന്നതിന് മുമ്പേ 52 കോടിയുടെ അമൃത് പദ്ധതി നടപ്പാക്കുകയും അതിന്റെ വിഹിതം അടയ്ക്കുകയും ചെയ്ത നഗരസഭ ചെയർമാന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചു. പലയിടത്തും കണ്ടു. ഇതെന്താ അമൃത പദ്ധതി? ഇത് അങ്ങാടി മരുന്നാണോ പച്ചമരുന്നാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്തവന്മാരവരെ. അമൃത പദ്ധതി എന്ന് പറയുന്നത് ഒരു കേന്ദ്ര പദ്ധതിയാണ്. ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ കരുനാഗപ്പള്ളിയെ ഉൾപ്പെടുത്താനാണ് മഹേഷ് പോയത്. അവിടെ രമേശ് ബാബു, ജയകുമാർ, ജോമി വർഗീസ്, ബീന ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ മിഴി തുറക്കൂ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.